ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഉണക്കക്കൊഞ്ചും ഇലിമ്പിപ്പുളിയും വെച്ചിട്ടുള്ളൊരു പീരയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ഇലിമ്പിപ്പുളിയാണ് എടുത്തേക്കുന്നത്. അത് നടുകെ മുറിച്ചിട്ടതാണ്, 2ആയിട്ട് മുറിച്ചിട്ടതാണ്. ഇത് അധികം പുളി ഇല്ലാത്ത ഇലിമ്പിപ്പുളിയാണ്. ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി 1 കപ്പ് ഉണക്കക്കൊഞ്ച്, ചിലയിടത്ത് ചെമ്മീൻ എന്ന് പറയും, ഉണക്കക്കൊഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി, ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് അരമുറി തേങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇനി നമുക്ക് ഈ കൊഞ്ചൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വയ്ക്കാം. അപ്പം ഇത് വറുത്ത് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുക്കുന്നത്. ഇത് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഏതെങ്കിലും പരന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൊമ്പൊന്നും കയ്യിൽ കൊള്ളാതെ നോക്കുക. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇലിമ്പിപ്പുളിയില്ലേ, 2ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇലിമ്പിപ്പുളി അത് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി, ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി കൂടി ചേർക്കാം. ചെറിയ ഉള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കക്കൊഞ്ച് കൂടി ചേർക്കാം. ഇതിൻ്റെ പകുതി, ഒരു 1/4 ഭാഗം ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ തേങ്ങ അരയ്ക്കുന്നതിനോടൊപ്പം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് ഇത്രയും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. തേങ്ങയുടെ അരപ്പൊന്ന് തയ്യാറാക്കി വരുന്ന ഇടം വരേക്കും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങയിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി കൂടി ചേർക്കാം. ഇനി നമ്മൾ കുറച്ച് കൊഞ്ച് മാറ്റി വെച്ചില്ലേ, അത് ഈ തേങ്ങ ഒന്ന് അരച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുക്കിയെടുക്കേ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, തരിതരിപ്പായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കക്കൊഞ്ച് കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കും. ഇത് ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. അതായത് ഒരു ടെസ്റ്റ് മതിയാവും. ഇപ്പോൾ കൊഞ്ചും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതിനകത്ത് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിനകത്ത് ഇലിമ്പിക്ക, പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കിടന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ആ ജാറിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒന്ന് കലക്കി ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം.
ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് വേകാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം മാത്രം, അത് ഇനിയിപ്പോൾ അടച്ച് വെച്ച് വേവിക്കണമെന്നില്ല. നമുക്കിതൊന്ന് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുക്കാം. ഇത് മൺചട്ടിയിലായതുകൊണ്ട് അധികം വെള്ളം അങ്ങനെ വരത്തില്ല. അധികമുള്ള വെള്ളമൊക്കെ ഇത് മൺചട്ടിയിലിരുന്ന് തന്നെ വറ്റി പോകും. ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം വെച്ചിരുന്നതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കക്കൊഞ്ച് ഇലിമ്പിപ്പുളി പീര. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. തോരനെന്ന് പറയാൻ പറ്റുമോ എന്തോ, പീരയെന്നാണ് ഇത് പറയുന്നത്. ഈ പച്ചമീൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം, നെത്തോലി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി വെക്കണം. ഇപ്പോൾ പച്ചമീനൊന്നും കിട്ടാനില്ലല്ലോ, അപ്പം തൽക്കാലം ഇത് ഉണക്കമീനിൽ ഇത് ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കുക, മൺചട്ടി തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ അടുത്ത തവണ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.